ഈ ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരുമിച്ച് വേണം റെഡിയാക്കാൻ. ആ ഒരു സമയത്ത് ലഞ്ചിന് കൂടുതൽ കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ ടൈം കിട്ടാറില്ല. ഒരു കൂട്ടാനും ചോറും എന്നൊക്കെ പറയാറില്ലേ, അത്തരത്തിലൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മീൻ ഫിഷൊക്കെ കിട്ടുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ഒരൊറ്റ കൂട്ടാൻ മതി ചോറുണ്ണാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കൂന്തൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കൂന്തൽ വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് കൂന്തൽ, ചെമ്മീൻ, അതുപോലത്തെ ഏത് മീൻ കൊണ്ടും നമുക്ക് ഇതുപോലുള്ള റോസ്റ്റ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഫിഷ് മസാല ഉണ്ടെങ്കിൽ ഫിഷ് മസാല ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇഞ്ചിൻ്റെ പൊടിയും അതേപോലെ വെളുത്തുള്ളി പൊടിയും ഉണക്കി പൊടിച്ച പൊടി ഞാൻ ലേശം ആഡ് ചെയ്യുന്നുണ്ട്. ഫിഷ് മസാല ചേർക്കുകയാണെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഫിഷ് മസാലയിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ സുർക്കയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് പേസ്റ്റ് പരുവത്തിലാക്കണം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തൽ കഷ്ണങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു പാകം വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് വലിയ കൂന്തലാണ് കേട്ടോ, ചെറുതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വൃത്തിയാക്കാനൊക്കെ ഈസി ആയിരുന്നു. ചെറുതാകുമ്പോൾ വൃത്തിയാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതിലോട്ട് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മൊത്തത്തിൽ പാനിൽ നിരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ. പിന്നെ ഇതിലോട്ട് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇത് കണ്ടോ, ഞാനൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പോലെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. കൂന്തൽ നല്ല പോലെ വെന്ത് പരുവാകുമ്പോൾ നമുക്ക് അടപ്പ് മാറ്റിയിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടച്ചു വെക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്നിട്ട് അടച്ചു വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിയ പരുവാകുമ്പോൾ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി നല്ല ഫ്രൈ ആയി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല ഫ്രൈ ആയതിനു ശേഷമാണ് കേട്ടോ സവാള ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം സവാള ചേർത്താൽ പിന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂന്തൽ നല്ല ഡ്രൈ ഫ്രൈ ആയതിനു ശേഷം മാത്രം സവാള ചേർക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ അത്ര അങ്ങനെ ഡ്രൈ ഫ്രൈ ആക്കിയിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലപോലെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കട്ടോ. അതിന് ശേഷം സവാള ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു തക്കാളി ഗ്രൈൻഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രൈൻഡ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കാനുണ്ട്, കാരണം നമ്മൾ മസാലയിലോട്ടൊക്കെ ഈ തക്കാളി ഇറങ്ങി ചേരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇളക്കി വേവിക്കുക. തക്കാളിയൊക്കെ പച്ചമണക്കം മാറി നല്ല ഡ്രൈ ആയി വരുന്ന സമയത്ത്, എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് മല്ലിയിലയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് ഇത് സെർവ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരൊറ്റ കൂട്ടാൻ മതി നമുക്ക് ചോറുന്നാൻ.